നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ BJP അവിടെ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം എല്ലാ കണ്ണുകളും തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി NDA അധികാരത്തിലേറിയ കോർപ്പറേഷൻ ഭരണത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ തിരുവനന്തപുരം നിവാസികൾക്കും അതുപോലെ തന്നെ പലർക്കും ഉണ്ട്. എന്നാൽ കൃത്യമായി തന്നെ ഒരു മാസം പിന്നിടുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിവരുന്നത്. ഇപ്പോൾ ഒരു വാർത്ത, കോർപ്പറേഷനിലെ പ്രധാന ഓഫീസിൽ നിന്നും മേയർ ഇടപെട്ട് മാറ്റിയ ഇടതുപക്ഷ സംഘടനാ നേതാവായ ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സംരക്ഷിക്കാൻ സർക്കാർ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇടതുപക്ഷ സംഘടനാ നേതാവാണ് എന്നതുകൂടി ഓർക്കണം. കോർപ്പറേഷനിലെ പ്രധാന ഓഫീസിൽ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന NGO യൂണിയൻ നേതാവിനെ കഴിഞ്ഞ ആഴ്ച ആറ്റിപ്പറ സോണൽ ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. സർക്കാരിൻ്റെ സ്വാധീനത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ തുടരാനും സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തലസ്ഥാനത്ത് തന്നെ നിൽക്കാനും ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ആവശ്യമില്ലെന്ന് ഇയാൾ കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് പിൻവലിച്ചതോടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി സ്ഥാനക്കയറ്റം നൽകി കണ്ണൂർ മലപ്പട്ടം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ പുതിയ സ്ഥലത്ത് ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ ജൂനിയർ സൂപ്രണ്ടിന്റെ വിരമിക്കൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇവിടേക്ക് മാറ്റം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ്. അതിനിടയിൽ നേതാവിനെ ആറ്റിപ്പുറ സോണൽ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ സംഘടനകൾ സമരവും നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ VV രാജേഷ് ഇടപെട്ട് കോർപ്പറേഷനിൽ നിന്ന് ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരാളെ കൃത്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൂടുതൽ ഉയർന്ന പദവി നൽകി മാറ്റുമ്പോൾ അത് വേണ്ട, പകരം ഇവിടെ തന്നെ തുടരാനാണ് താല്പര്യം എന്നുള്ളതാണ് NGO നേതാവ് അറിയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് ഇവിടെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് ഇപ്പോൾ സ്ഥലം മാറ്റം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഒരു അഴിച്ചുപണി തന്നെയാണ് VV രാജേഷ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഈ പുതിയ ഭരണകൂടം. അതിന് തടസ്സമായിട്ട് പലരും പ്രതിപക്ഷമടക്കം പല അഭിപ്രായങ്ങളും ഉന്നയിക്കാനും അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ളതും കൃത്യമായി തന്നെ അറിയാം. പക്ഷെ എന്നിരുന്നാലും നല്ല മാറ്റം അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഭാവി തന്നെ വികസനത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് പുതിയ കോർപ്പറേഷൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മേയറായിട്ടുള്ള VV രാജേഷ് പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലിയുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാവി വികസനത്തിന് പുത്തൻ പ്രതീക്ഷകളാണ് ഈ ഒരു കൂടിക്കാഴ്ച നമുക്ക് നൽകുന്നത്. ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്തെത്തിയ യൂസഫ് അലിയുടെ വസതിയിലെത്തിയാണ് മേയർ ചർച്ച നടത്തിയത്. മേയറായി ചുമതലയേറ്റ ശേഷമുള്ള VV രാജേഷിൻ്റെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. വെള്ളിയാഴ്ചയായിരുന്നു സന്ദർശനം. വസതിയിലെത്തിയ മേയറെ ബൊക്കെ നൽകിയും ഷോൾ അണിയിച്ചുമാണ് യൂസഫ് അലി സ്വീകരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, നിക്ഷേപ സാധ്യതകൾ, ഭാവി പദ്ധതികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ദീർഘനേരം ചർച്ചയായി. തലസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളിൽ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം. നഗരവാസികളുടെ പ്രധാന പരാതികളൊക്കെ തന്നെ ഓരോന്നായി പരിഹരിച്ച് വരുന്നതിനിടയിലാണ് വികസനം മുൻപിൽ കണ്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മേയർ പല പ്രവർത്തികളും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ജനങ്ങൾ അറിയിച്ചിരുന്നു. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും മേയർ തന്നെ നേരിട്ടിറങ്ങി നടപ്പിലാക്കിയതും ഏറെ ജനങ്ങളുടെ കയ്യടി നേടിയിരുന്നു. ഏറ്റവും പ്രധാന പരാതിയായ തെരുവുനായ ശല്യം ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിനായി പൈലറ്റ് പദ്ധതിക്കായിരുന്നു മേയറുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. കോർപ്പറേഷന്റെ വിവിധ പരിധികളിലുള്ള ഇടങ്ങളിൽ നിന്ന് 50 നായ്ക്കളെ പിടികൂടി വന്ധീകരണത്തിന് വിധേയമാക്കി. പിടികൂടിയ നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെയുള്ള കുത്തിവയ്പ്പുകളും നൽകി. ഇവയെ ശാസ്ത്രീയമായ പരിചരണത്തിനായി പൂവാറിലെ സ്വകാര്യ ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വകാര്യ വ്യക്തികളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതി കൂടുതൽ വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി കൂടുതൽ ABC സെന്ററുകൾ ആരംഭിക്കുമെന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത്
ഇവയെ കൊണ്ടുപോയി കൃത്യമായി തന്നെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള വാക്സിനൊക്കെ നൽകി നല്ല ഭക്ഷണവും നല്ല ഷെൽട്ടറും ഒരുക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ പരാതി പല മേഖലകളിൽ നിന്ന് മേയർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാട്ടായിക്കോണത്തുള്ള ഒരു പോലീസുകാരിയുടെ വീട്ടിൽ 70ഓളം നായ്ക്കളുണ്ട്. അത് നാട്ടുകാർക്കും അതുപോലെ തന്നെ അതുവഴി നടന്നു പോകുന്ന പലർക്കും ഭീഷണിയാണ്, അവിടെയുള്ളവർക്ക് ജീവിക്കാനും ഭയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി വന്നപ്പോൾ അവിടെയുള്ള നായ്ക്കളെയൊക്കെ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാൻ നേരിട്ടായിരുന്നു മേയറുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ അധികാരികൾ അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവയൊക്കെ തന്നെ സുരക്ഷിതമായിട്ട് ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏത് ഭാഗത്താണെങ്കിലും ഇപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാവുകയാണ്. പലയിടത്തും കുട്ടികൾക്കും സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കും വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ തന്നെ നായ്ക്കളുടെ കടിയേൽക്കുന്ന സാഹചര്യമുണ്ട്. പലയിടത്തും മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലായിടത്തും ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഏതായാലും ഇവിടെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് മേയർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം പലപ്പോഴും പലയിടത്തും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവയെ കൃത്യമായി തന്നെ തെരുവിലാണെങ്കിൽ കൃത്യമായി ഭക്ഷണം ലഭിക്കാതെ ഈ വേസ്റ്റൊക്കെ തന്നെ വലിച്ചിഴച്ച് കഴിക്കുകയാണ് ഈ തെരുവ് നായ്ക്കൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഇവയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അവയെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ നല്ല ഭക്ഷണവും അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള വാക്സിനൊക്കെ കൊടുത്ത് നല്ല ഷെൽട്ടറുകളിൽ താമസിപ്പിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള മുനിസിപ്പാലിറ്റികൾക്കോ കോർപ്പറേഷനുകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകൾക്കൊക്കെ തന്നെ മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു നീക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. മേയറുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് കൈയടിക്കുകയാണ് തിരുവനന്തപുരം നിവാസികൾ. ഇത്തരത്തിൽ ഓരോരോ പരാതികളായിട്ട് പരിഹരിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നേറുകയാണ് ഭരണകൂടം. അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ചയുണ്ടായി കഴിഞ്ഞാൽ അത് നോക്കിയിരിക്കുകയാണ് അപ്പുറത്ത് പ്രതിപക്ഷം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതിലൊന്നും തന്നെ വീഴാതെ കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനവും മുന്നിൽ കണ്ടുകൊണ്ടാണ് കോർപ്പറേഷൻ ഭരണം മുൻപോട്ട് പോകുന്നത്.